PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 4/1/2026 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, The first president of NCUI was options Dilip Shangani, Lalubhai Samaldas, Dr. Chandrabal Singh Yadav, VP Singh. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ലല്ലുഭായ് സമൽദാസ് ഗുപ്ത. ലല്ലുഭായ് സമൽദാസ് ഗുപ്തയാണ് NCUIയുടെ ഫസ്റ്റ് പ്രസിഡന്റ്. ഫസ്റ്റ് സെക്രട്ടറി HL ഹാജിയാണ്. NCUI മീൻസ് നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. NCUI നിലവിൽ വന്നത് 1929 ആസ്ഥാനം ന്യൂഡൽഹി. ദ നാഷണൽ ലെവൽ സ്പോക്സ്മാൻ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് NCUI ആണ്. NCUIയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ് പ്രസിഡന്റ്. NCUIയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് ലല്ലുഭായ് സമൽദാസ് ഗുപ്ത. ഹെഡ് ഓഫീസ് ഓഫ് NCDC ഈസ് ലൊക്കേറ്റഡ് ഇൻ ഓപ്ഷൻസ് ബോംബെ, ബാംഗ്ലൂർ, ന്യൂഡൽഹി, ഹൈദരാബാദ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ന്യൂഡൽഹി. NCDCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. NCDC മീൻസ് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നിലവിൽ വന്നത് 1963 മാർച്ച് 14. ഇത് തൊട്ട് മുമ്പത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. NCDC നിലവിൽ വന്നത് 1963 മാർച്ച് 14. NCDC ആക്ട് പാസ്സാക്കിയത് 1962. NCDCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. NCDC ഹാസ് ഡാഷ് റീജിയണൽ ഓർ സ്റ്റേറ്റ് ഡയറക്ടറേറ്റ്സ്. NCDC ഹാസ് ഡാഷ് റീജിയണൽ ഓർ സ്റ്റേറ്റ് ഡയറക്ടറേറ്റ്സ്. ഓപ്ഷൻസ് 15, 18, 22, 28. ഉത്തരം ഓപ്ഷൻ ബി ആണ് 18. NCDCക്ക് 18 റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്. NCDC മീൻസ് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. 1956 ഫോം ചെയ്ത നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡാണ് പിന്നീട് NCDC ആയിട്ട് മാറിയത്. നമുക്കറിയാം നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് സെറ്റപ്പ് ചെയ്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. 1956 നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് നിലവിൽ വന്നത്. ഇതാണ് NCDCയുടെ പഴയ പേര്. ഓൾഡ് ഫോം ഓഫ് NCDC എന്ന് ചോദിച്ചാൽ ഉത്തരം നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡാണ്. ദ അംബ്രല്ല ഓർഗനൈസേഷൻ നെയ്മഡ് NUCFDC ഒബ്റ്റെയിൻഡ് രജിസ്ട്രേഷൻ ഫ്രം RBI ഇൻ. The umbrella organization named NUCFDC obtained registration from RBI in options February 2024, March 2025, August 2023, April 2023. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫെബ്രുവരി 2024. NUCFDC മീൻസ് നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണിത്. NUCFDC മീൻസ് നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇത് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ അംബ്രല്ല ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് 2024 മാർച്ച് 2 അമിത്ഷായാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. RBIയുടെ അടുത്തുനിന്ന് രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്തത് 2024 ഫെബ്രുവരിയിലും ഇനോഗ്രേഷൻ നടന്നത് 2024 മാർച്ച് 2 അപ്പോൾ NUCFDC മീൻസ് നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇത് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ അംബ്രല്ല ഓർഗനൈസേഷനാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഡാഷ് ഈസ് ദി ലാർജസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഓപ്ഷൻസ് ULCCS, IFFCO, CRIFCO, അമുൽ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, IFFCO. IFFCOയാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി.
ഇഫ്കോ മീൻസ് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇഫ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1967 നവംബർ 3-നാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇഫ്കോയാണ് ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് യൂറിയ പ്രൊഡ്യൂസർ. ഇഫ്കോ ഹോളി ഓൺഡ് ബൈ കോപ്പറേറ്റീവ്സ് ആണ്. ഇഫ്കോ മീൻസ് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇഫ്കോയാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. The 102nd International Cooperative Day was celebrated on The 102nd International Cooperative Day was celebrated on 5th July 2025, 6th July 2024, 1st July 2023, 1st July 2022. 102ാമത്തെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്ത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി 6th July 2024. 2024 ജൂലൈ 6-നാണ് 102ാമത്തെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 2025 103ാമത്തെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തത്. ഇവിടെ ചോദിച്ചത് 102ാമത്തേതാണ്. അത് 2024 ജൂലൈ 6-ആണ്. കോപ്പറേറ്റീവ് ഡേ എന്ന് പറയുന്നത് ജൂലൈ മാസത്തിലെ ഫസ്റ്റ് സാറ്റർഡേ ആണ്. Which of the following subcommittee is not a key element of good cooperative governance? Which of the following subcommittee is not a key element of good cooperative governance? Options: Audit Committee, Disciplinary Committee, ALM Committee, Vigilance Committee. താഴെ തന്നിരിക്കുന്ന സബ് കമ്മിറ്റികളിൽ ഗുഡ് കോപ്പറേറ്റീവ് ഗവേണൻസിൻ്റെ ഒരു കീ എലമെൻറ്റ് അല്ലാത്തതേത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡിസിപ്ലിനറി കമ്മിറ്റി. Corporate governance in cooperative banks involves the manner in which the business and affairs of banks are governed by. Corporate governance in cooperative banks involves the manner in which the business and affairs of banks are governed by. Options: board, staff, officers, CEO. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബോർഡ്. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ കോപ്പറേറ്റീവ് ഗവേണൻസ് കൈകാര്യം ചെയ്യുന്നത് ബോർഡാണ്. ബോർഡ് അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ദ കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ്? ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ദ കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ്? ഓപ്ഷൻസ്: ശ്രീ കെ പി സതീഷ് ചന്ദ്രൻ, ശ്രീ സി കെ ശശീന്ദ്രൻ, മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ, ചീഫ് മിനിസ്റ്റർ. കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൻ്റെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. സഹകരണ മന്ത്രിയാണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ ചെയർമാൻ. ദ ഇയർ ഡാഷ് വാസ് സെലിബ്രേറ്റഡ് ആസ് ദ സെഞ്ച്വറി ഇയർ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. The year dash was celebrated as the century year of the cooperative movement in India. Options: 2012, 2024, 2015, 2004. താഴെ തന്നിരിക്കുന്നതിൽ ഏത് വർഷമാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സെഞ്ച്വറി ഇയർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2004. അതായത് 1904 ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 100ാം വർഷം. അത് 2004. അപ്പോൾ 2004 ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സെഞ്ച്വറി ഇയർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. NABSCOP was established on 29th March 1974, 19th May 1964, 15th September 1962, 9th January 1952. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, 19th May 1964. 1964 മെയ് 19 നാബ്സ്കോബ് അഥവാ നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ് നിലവിൽ വന്നത്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നാബ്സ്കോബ് മീൻസ് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964 മെയ് 19, ആസ്ഥാനം മുംബൈ. നാബ്സ്കോബുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഐമാസ്, ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നാബ്സ്കോബാണ്. ഐമാസ് ഓർ
ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം ഈസ് ഓപ്പറേറ്റഡ് ബൈ നാപ്സ്കോബ്. ഐമാസ് ഇനോഗ്രേറ്റ് ചെയ്തത് 1965 ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 1967. ഐമാസ് ഇനോഗ്രേറ്റ് ചെയ്തത് TT കൃഷ്ണനാചാര്യാണ്. നാപ്സ്കോബിൻ്റെ ചെയർമാനായിരുന്ന ഒരേ ഒരു മലയാളിയാണ് KR അരവിന്ദാക്ഷൻ. നാപ്സ്കോബ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിച്ചത് 1964 മെയ് 19. ഓപ്ഷൻ ബി ആണ് ഉത്തരം. We are in general agreement with the view that the spread of cooperation would provide the best and most lasting solution for the problems of agricultural credit in particular and those of rural economy in general was the observation of dash. We are in general agreement with the view that the spread of cooperation would provide the best and most lasting solution for the problems of agricultural credit in particular and those of rural economy in general was the observation of dash. Options: Gadgil Committee, All India Rural Credit Survey Committee, ക്രാഫിക്കാട്, റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഈ തന്നിരിക്കുന്ന കമ്മിറ്റികളിൽ ഏതിൻ്റെ റെക്കമെൻഡേഷനാണ് അല്ലെങ്കിൽ ഏതിൻ്റെ ഒബ്സർവേഷനാണ് ഇത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ഒബ്സർവേഷനാണ് We are in general agreement with the view that the spread of cooperation would provide the best and most lasting solution for the problems of agricultural credit in particular and those of rural economy in general എന്നത്. National Federation of Urban Cooperative Banks and Credit Societies Limited was established in National Federation of Urban Cooperative Banks and Credit Societies Limited was established in options 1972, 1973, 1975, 1977. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1977. നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ലിമിറ്റഡ് അഥവാ നാഫ്കബ് നിലവിൽ വന്നത് 1977 ഫെബ്രുവരി 17. നമ്മൾ നേരത്തെ പറഞ്ഞു നാപ്സ്കോബ്, അത് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ് ആണ്. അതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. 1964 മെയ് 19 നാപ്സ്കോബ് നിലവിൽ വന്നത്. നമ്മളിപ്പോൾ പറയുന്നത് നാഫ്കബാണ്, നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ലിമിറ്റഡ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1977 ഫെബ്രുവരി 17. നാഫ്കബിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. നാപ്സ്കോബിൻ്റെത് മുംബൈ ആണ്, നാഫ്കബിൻ്റെത് ന്യൂഡൽഹിയാണ് ആസ്ഥാനം. Who is the present chairman of NABARD? Who is the present chairman of NABARD? Options: Ranjana Kumar, Prakash Bakshi, Sri Shaji KV, Govinda Rajulu. നബാർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്രീ ഷാജി KV. നബാർഡ് മീൻസ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. 1982 ജൂലൈ 12 നബാർഡ് നിലവിൽ വന്നത്. ആസ്ഥാനം മുംബൈ. നബാർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ശ്രീ ഷാജി KV. ക്രാഫിക്കാർഡിൻ്റെ റെക്കമെൻഡേഷനിലാണ് നബാർഡ് ഫോം ചെയ്തത്. ക്രാഫിക്കാർഡിൻ്റെ ചെയർമാനായിരുന്നു B. ശിവരാമൻ. അതുകൊണ്ട് ക്രാഫിക്കാർഡിനെ ശിവരാമൻ കമ്മിറ്റി എന്നും പറയുന്നുണ്ട്. ബോറോവേഴ്സ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹു ഡൈ ഡാഷ് are eligible for the loan liability of borrowers and provide relief to their dependents. Borrowers from cooperative societies who die dash are eligible for the loan liability of borrowers and provide relief to their dependents. Options: during the loan period, within 6 months of the loan period, within 12 months of the loan period, during the loan period or within 6 months after the loan period. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ലോൺ എടുത്ത ആൾക്ക് അല്ലെങ്കിൽ അയാളുടെ ഡിപ്പെൻഡൻസിന് ലോൺ ലയബിലിറ്റിയിൽ ഇളവ് കിട്ടുന്നത് ഏത് സമയത്ത് മരണപ്പെടുമ്പോഴാണ്, അതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡ്യൂറിങ് ദ ലോൺ പീരീഡ് ഓർ വിത്തിൻ 6 months ആഫ്റ്റർ ദ ലോൺ പീരീഡ്. ലോൺ പീരീഡിലോ അല്ലെങ്കിൽ ലോൺ പീരീഡ് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലോ ലോൺ എടുത്ത ആൾ മരണപ്പെടുമ്പോഴാണ് അവർക്ക് ലോൺ ലയബിലിറ്റിയിൽ ഇളവ് കിട്ടുന്നത്. Borrowers from cooperative societies who die during the loan period or within 6 months after the loan period are eligible for the loan liability of borrowers and provide relief to their dependents.
ജനുവരി 4 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോർപ്പറേഷൻ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.